സി എ ജേണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് വെച്ചാൽ ഫൈനൽ. സി എ എന്നുള്ളതിന്റെ മുന്നത്തെ ജേണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫൈനല്. ഫൈനൽ ഞാൻ ഓൾറെഡി മുന്നേ ചെറുതായിട്ട് പറഞ്ഞല്ലോ, ഒരു നരകം പിടിച്ച സമയമായിരുന്നു എന്റെ. 2 കൊല്ലാണ് ജേണിയിലെ 2 കൊല്ലാണ് ഫൈനല് വിഴുങ്ങിപ്പോയത്. ആർട്ടിക്കിൾഷിപ്പ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ ഒരു ഓഫീസിൽ കഴിഞ്ഞു. അപ്പോൾ എന്നും രാവിലെ ഓഫീസിൽ പോകും, വൈകിട്ട് വരും, എന്നും രാവിലെ ഓഫീസും വൈകിട്ട് വരും എന്നുള്ളൊരു സിനാരിയോ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു ചേഞ്ച് വേണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ MCS ഒക്കെ ഉണ്ടല്ലോ നമുക്ക് അന്ന് ചെയ്യാൻ വേണ്ടി, ITT MCS. അപ്പൊ ഫൈനലിന് മുന്നേ MCS ITT ഒക്കെ ഇത്തിരി ദൂരെ പോയിട്ട് ചെയ്യണം. ഒരു എക്സാമിന് പഠിക്കാതിരിക്കുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരമൊക്കെ പോകണം, ഇത്തിരി കുറെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കണം, എന്നും കണ്ടിട്ടുള്ള ആൾക്കാർ. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോസിൽ, ലൈക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതൊക്കെ ഉള്ള കുറച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക്. ലൈക്ക് എനിക്ക് അങ്ങണ്ടായാലും അവർക്ക് ഇങ്ങണ്ടായാലും ലൈക്ക് വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഒരു എന്താണ് ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് ഒരു താല്പര്യം, അല്ലെങ്കിൽ അധികം കുത്താത്ത വർത്താനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്കായാലും കുറച്ച് പുതിയ ആൾക്കാരെ കാണണം, അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ആലപ്പുഴ ഞാൻ MCS ചെയ്യാൻ പോയി. അപ്പൊ അന്ന് ആ ഒരു സമയത്ത് MCS ചെയ്യാന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലാണ് സൂപ്പർ. കാരണം തൃശ്ശൂരിലായതുകൊണ്ട് ഇത്തിരി ദൂരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയാണ് പോവാറ്. അപ്പൊ അങ്ങനെ ഫൈനല് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മൈൻഡ് റിഫ്രഷ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആലപ്പുഴ പോയിട്ട് MCSന് ലൈക്ക് 2 ദിവസം പോയി. ലൈക്ക് ITT എവിടെ ചെയ്തത്? ITT തൃശ്ശൂർ എവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടറിലുള്ള കുറച്ച് പരിപാടികളല്ലേ. അപ്പൊ MCS ആണ് ഇത്തിരി എൻജോയ്മെന്റ് പരിപാടി. അപ്പൊ ആലപ്പുഴ പോയി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വലിയൊരു സംഭവം വന്നത്. ജീവിതത്തില് ഒരു എന്താ പെരുമാരി ഇടിഞ്ഞു വീണെന്നൊക്കെ പറയില്ലേ നമ്മള്, തലക്ക് ഇടിഞ്ഞു വീണ് പറഞ്ഞ പോലെ കൊറോണ ഫസ്റ്റ് വന്നത് അന്നായിരുന്നു. ആ കൊറോണ വരുന്നതിന് മുന്നേ എന്തോ ഒരു വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്, അപ്പൊ എല്ലാവരും ജസ്റ്റ് കൈ കഴുകിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം 3-ാമത്തെ ദിവസം അവിടുത്തെ സാറ് വന്നിട്ട് പറയാ, അതെ MCS ഇനി ഉണ്ടാവില്ല കേട്ടോ, ഇനിയിപ്പോ ഓൺലൈൻ ആയിട്ടായിരിക്കും ഇനി ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പറയും എന്നാണ്, അപ്പൊ അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഒരാവേശത്തിന് ഇത്ര 15 ദിവസമായിരുന്നു. അപ്പൊ അവിടെ ചെന്നാൽ തന്നെ 15 ദിവസമുള്ള റൂമിന്റെ പൈസയും കൊടുത്തു, MCS എൻജോയ് ചെയ്യാമെന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ചെന്ന് 2 ദിവസം കഴിയുമ്പോൾ കേൾക്കണ ന്യൂസ് ഇതാണ്. ഞാൻ ആകെ തകർന്നു പോയി. കാരണം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിനൊക്കെ പോയിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് മടുത്തിട്ടിരിക്കുകയാണ്. എന്നാ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് ആയോ ഇല്ല. അപ്പൊ എന്നൊരു മൈൻഡ് റിഫ്രഷ് ആക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണെങ്കിൽ കൊറോണ വന്നിട്ട് അത് മൂഞ്ചി പോയി. എന്നിട്ട് പൈസ വെച്ച് പോവും ചെയ്ത്. ഹോസ്റ്റലിലെ പൈസ ഒന്നും തിരിച്ചു കിട്ടിയില്ല, അത് അവർ തരത്തില്ല. പിന്നെ തരാ പറഞ്ഞു, പിന്നെ തന്നൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നീടുള്ള MCS ഒക്കെ ഓൺലൈൻ ആയിരുന്നു. അപ്പൊ എത്ര 7,000 രൂപ ഉണ്ടായിരുന്നത് ഓൺലൈൻ ആയവർക്ക് 4,000 എന്തോട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്കാണ് നഷ്ടം ഉണ്ടായത്. ഞങ്ങൾക്ക് ഓഫ്ലൈന് കിട്ടിയില്ല, എന്നാൽ ഓൺലൈന് ഇരിക്കേണ്ടി വന്ന, എന്നാൽ ഓഫ്ലൈനിന്റെ ഫീസാണ് മേടിച്ചത് പോലെ. ഞങ്ങൾക്ക് ഫ്രീ റീഫണ്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ ആകെ മൊത്തം ഷോക്കായിരുന്നു. പിന്നെ എന്താ പറയാ, വിധി അത് അങ്ങനെ ഉണ്ട്, സഹിക്കാന്നുള്ള ഒരു മെന്റാലിറ്റിയില് എന്താണ് ഫൈനലിന്റെ ക്ലാസ് മേടിക്കാനാണെങ്കിൽ ക്ലാസ് ഇല്ല. ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഫൈനലിന്റെ SFMന് ക്ലാസ് മാത്രം ലൈക്ക് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഒരു ലൈവ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈനലിന്റെ സമയത്ത്. അത് ചാപ്റ്ററിൽ തന്നെയായിരുന്നു. ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും ലൈക്ക് കുറെ ഒന്നും ഞാൻ ക്ലാസ് മേടിച്ചിട്ടില്ല. ചില പ്രോബ്ലം പേപ്പറൊക്കെയാണ് ഞാൻ റെക്കോർഡ് ക്ലാസ് മേടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ എൻ്റെ ഒരു ഓർമ്മയില് എന്താണ് 2022 ഞാൻ പാസ്സായത്. അപ്പൊ 2021, 2020 സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടാണ് കൊറോണ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഓർമ്മയില്. 2019 ആ ടൈം. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്താണ് ഞാൻ എൻ്റെ ഫൈനലിലെ പഠിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ക്ലാസ്സുകളൊന്നും ഇല്ല. കാരണം ഫസ്റ്റ് കൊറോണ വന്നപ്പോൾ തന്നെ ലോക്ക്ഡൌൺ ആയി. പിന്നെ പൂട്ടിപ്പോയി, എല്ലാ കടകളും പൂട്ടിയപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൂട്ടി. നമുക്ക് ലൈവ് ക്ലാസ്സസ് ഇല്ല, റെക്കോർഡ് ക്ലാസ് ആകെ ഓപ്ഷൻ ഉള്ളൂ. അതാണെങ്കിൽ നല്ല ചടപ്പ്. ആർക്കാണ് പഠിക്കാൻ ഇഷ്ടം? ഇപ്പൊ ഈ ഫൈനലിന്റെ ക്ലാസ് ഒക്കെ പഠിക്കുന്ന ആരെങ്കിലും CA ക്ക് പഠിക്കുന്ന ഇഷ്ടമായിട്ടാണ്? അല്ല, പൈസ കിട്ടുന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം CA ക്ക് വരുന്നത്, അല്ലാതെ പാഷൻ ഒന്നും കുറവാണ് ആൾക്കാർ അങ്ങനെ ആ ഒരു മെന്റാലിറ്റി വരുന്നത്. അപ്പൊ എനിക്കായാലും പഠിക്കാൻ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. അതിന്റെ കൂടെ ലൈക്ക് നമ്മള് ക്ലാസ്സിനൊക്കെ പോവാന്ന് പറയുമ്പോ പുതിയ പിള്ളേരെ കാണാൻ അങ്ങനെ കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ഉള്ള ഇതിലാണ് പോകേണ്ടത്. പക്ഷെ അതൊന്നും ഇല്ല. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ഞാൻ ചില പ്രോബ്ലം പേപ്പേഴ്സിന് മേടിച്ചു. പിന്നെ ഇതൊക്കെ കണ്ടു തീർക്കാന്നുള്ളത് തന്നെ വലിയൊരു ചടപ്പാണ്. അതിന് കൂടെ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് ആവണമെന്നുണ്ട്. കാരണം എനിക്ക് മെയിനായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു അപകർഷബോധം ഉണ്ടായിരുന്നു. എന്നെ ആരും അറിയില്ല എന്നുള്ളൊരു അപകർഷബോധം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സിയുടെ ഒപ്പം നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ
CA പാസ്സാവണതിന്റെ മുന്നേ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ വീട്ടുകാരെല്ലാവരും പഠിക്കാതെ ഇതിന് വേണ്ടി സമയം കളയണമെന്നുള്ള മെന്റാലിറ്റി ആവും. എനിക്കായാലും എന്താണ് ഉറപ്പില്ല, ഇതിലിപ്പോ ഞാൻ വീഡിയോസ് 2 ഡാൻസ് വീഡിയോ ഇട്ട് നാളെ ഇപ്പൊ മലമറിക്കാൻ പോകുന്ന ഒരു ഉറപ്പില്ല. അതുകൊണ്ട് എനിക്കായാലും CA വേഗം തീർക്കണം തന്നെയായിരുന്നു. കാരണം CA പാസ്സായിട്ട് ഈ ഡാൻസ് വീഡിയോസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഇടുന്നത് അതിന് മുന്നേ വീഡിയോ ഇടുന്നത് നല്ല വ്യത്യാസമുണ്ട്, സപ്പോർട്ടിന്റെ ആസ്പെക്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ലൈക്ക് പിന്നെ അന്നാണെങ്കിൽ കൊറോണ, അന്ന് ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് സംഭവങ്ങളൊന്നുമില്ല. അന്ന് ടിക്ടോക്കാണ് പിന്നെങ്കിലും ഉണ്ടായിരുന്നത്. ഞാൻ അന്ന് ഭയങ്കരമായിട്ടൊന്നും ഡാൻസ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ രീതിയിലൊന്നും കളിക്കറിയുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ മറ്റേ വായ കൊണ്ട് പറയണത് ഡബ് സ്മാഷ് എന്ന് പറയില്ല, അതൊക്കെയാണ് പിന്നെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പഠിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, വേഗം CA ഫൈനലിൽ പാസ്സാവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണ് ഞാൻ എഴുതാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം. അത് തോന്നുന്നു 2020 മെയ്, അന്ന് 6 മാസം കൂടുമ്പോൾ അറ്റംപ്റ്റ് ഉള്ളു. 2020 മെയ്യിലാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയി. കാരണം അന്ന് 4 പേപ്പറാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ: ഓഡിറ്റിംഗ്, ലോയ്, FR, SFM. ലൈക്ക് FR SFM ഞാൻ ക്ലാസ് കേട്ടു, ബാക്കി 2 പേപ്പർ ക്ലാസ് കേൾക്കാതെ സെൽഫ് സ്റ്റഡി ചെയ്ത്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു അത്. ഓഡിറ്റിങ് ഞാൻ ക്ലാസ് കേൾക്കാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ തോന്നിയത് പഠിച്ചിട്ട് എക്സാമിന് പോയി പൊട്ടി. ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ SFM ആയാലും ഞാൻ കുറച്ച് നോട്ട്സ്, സാറ് തന്ന നോട്ട്സത്തെ ക്വസ്റ്റ്യൻസിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ധാരാളമായിരിക്കും എന്ന് വിചാരിച്ചു. സാറായാലും അങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. അത് പൊട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിൽ എനിക്ക് FRന്റെ എക്സംഷൻ മാത്രമാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി 3 പേപ്പറും ലോയിൽ ജസ്റ്റിന് എന്തോ പാസ്സായി, ഗ്രൂപ്പ് കിട്ടിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, വിചാരിച്ച എഫേർട്ട് ഇട്ടാ പോരാ, ഇത്തിരി അധികം ഇടേണ്ടി വരും. എങ്ങനെയെങ്കിലും മറ്റേ 50% പഠിച്ച് ബാക്കി 50% ദൈവം അല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ ഭാഗ്യം വന്ന് രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലായി. ഞാനാണെങ്കിൽ 2 അറ്റംപ്റ്റ് ആണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാ, സെക്കൻഡ് അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവാ. എനിക്ക് മനസ്സിലായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ വേണ്ടിയിട്ട് എഫേർട്ട് മോശമാണ്, പോരാ, കൂടുതൽ ഇടണമെന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ബോത്ത് എഴുതാൻ നിന്നില്ല. കാരണം ലൈക്ക് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥ ആവണ്ടെന്ന് കരുതിയിട്ട് രണ്ടാമത്തെ അറ്റംപ്റ്റിലും ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം തന്നെ നോക്കിയത്. അതിൽ ഞാൻ നല്ല എഫേർട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം SFM ഞാൻ ആദ്യം വില കുറച്ച് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി ആദ്യം പഠിച്ചതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നല്ല തറവായിട്ട് ഒന്ന് പഠിച്ചു. ഓഡിറ്റിംഗ് ആയാലും എനിക്ക് ക്ലാസ് മേടിക്കാനുള്ള ഒരു ലൈക്ക് റിസൾട്ട് വന്നിട്ട് എക്സാമിന്റെ ഇടയിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ ക്ലാസ് രണ്ടാമത് മേടിക്കാനുള്ള ഒരു സമയവും ഇല്ല, ലൈക്ക് ഫിനാൻഷ്യലി ആ ഒരു സെറ്റപ്പും ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്ത്, ബുക്കിൽ മുന്നത്തെ അറ്റംപ്റ്റ് പഠിച്ചാൽ കൂടുതൽ ഞാൻ പഠിക്കാൻ നോക്കി. ലൈക്ക് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതാ അങ്ങനെയൊക്കെ യൂട്യൂബിൽ കുറച്ച് നോക്കിയിട്ട് പഠിച്ചു. അതുപോലെ തന്നെ ലോയ ആയാലും ഞാനൊരു ലൈക്ക് ബുക്ക് രണ്ടാമത് വേറൊരെണ്ണം മേടിക്കാൻ ഏതൊരു മാമിന്റെ മേടിക്കുന്നത്, മാമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നല്ല ഇത്തിരി ബുക്ക് ആയിരുന്നു, കാരണം കുറച്ചധികം ക്വസ്റ്റ്യൻസുകളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരുവിധമൊക്കെ കണ്ട് പെട്ടെന്നതൊക്കെ പഠിച്ചു, ലൈക്ക് ഇമ്പോർട്ടന്റ് ഏതാ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ പാസ്സായി. ബട്ട് ഓഡിറ്റിങ് അപ്പോഴും തന്നെ എന്താണ്, എന്തോ ഒരു ഭാഗ്യം, ലൈക്ക് ബാക്കി 2 പേപ്പറിൽ എക്സംഷൻ ഉള്ളതുകൊണ്ടാണ് ഓഡിറ്റിംഗ് മിക്കതും ഞാൻ പാസ്സായിട്ടുണ്ടാവുക. കാരണം ക്ലിയർ 40 എനിക്ക് ഓഡിറ്റിംഗിൽ വന്നത്. ഞാൻ അറ്റംപ്റ്റിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു ഓഡിറ്റിംഗ് എനിക്ക് പണി തരും, നല്ല പേടി ഉണ്ടായിരുന്നു. ബട്ട് റിസൾട്ട് വന്നപ്പോൾ ക്ലിയർ 40. സെക്കൻഡ് ഗ്രൂപ്പിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. പിന്നെ ഞാൻ അടുത്ത ഗ്രൂപ്പിന് അടുത്ത അറ്റംപ്റ്റിന് 6 മാസം കഴിഞ്ഞിട്ടുള്ള അടുത്ത അറ്റംപ്റ്റിന് സെക്കൻഡ് ഗ്രൂപ്പ് നോക്കാൻ ക്ലാസ് ഒക്കെ കേട്ട് തീർക്കാൻ നോക്കി. ബട്ട് ഈ റെക്കോർഡ് ക്ലാസ് പറഞ്ഞാൽ ഭയങ്കര ചടപ്പാണ്. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എന്റെ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ട്, എനിക്ക് ലൈക്ക് എന്താണ്, അപ്പൊ അന്ന് ടിക്ടോക്കാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ട്, എന്ന് എനിക്ക് അത് ആവാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കുറ്റബോധം എന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണ്. ഇപ്പൊ കൊറോണ ആണെങ്കിലും അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇപ്പൊ ഈ ബക്കറ്റ് ചിക്കൻ അല്ലെങ്കിൽ പാടത്തെ ആൾക്കാർ ഓടിപ്പോണ് കളിക്കണത്. കൊറോണ ആണെങ്കിലും കുറെ പേര് വീട്ടിലായതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാരും എന്താണ് ഫുൾ എൻജോയ്മെന്റ് ആണ്. ഇപ്പൊ ബാക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ചില റോട്ടിലെ എൻജോയ്മെന്റ് അല്ല, പാടത്ത് പറമ്പിലൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഇവര് എന്താണ് കുളത്തിൽ കുളിക്കാൻ പോകുന്നത്, ബക്കറ്റ് ചിക്കൻ, അങ്ങനെ കുറെ ട്രെൻഡുകൾ വന്ന സമയമാണല്ലോ. അപ്പൊ ഞാനിതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇരുന്നിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ പഠിക്കുന്നതായതുകൊണ്ട് തന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങണില്ല, അപ്പൊ ആരായിട്ടും അങ്ങനെ കമ്പനി ഇല്ല. അതുകൊണ്ട് തന്നെ ആരും എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുന്നില്ല. പിന്നെ കല്യാണ സംഭവങ്ങളൊന്നും ഓൾറെഡി ഇല്ലല്ലോ. അപ്പൊ പക്ഷെ ഈ സ്റ്റാറ്റസുകൾ, ഇവരിടുന്ന സ്റ്റാറ്റസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ
വിചാരിച്ച പോലെ പഠിച്ചിട്ട് അങ്ങനെ ഈ അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവണില്ല. എന്നാൽ ഇവരെല്ലാരും എൻജോയും ചെയ്യുന്ന കാണുന്നുണ്ട്, ഞാനിരുന്ന് പഠിക്കണം. അപ്പൊ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് വരും, ഞാനൊരു മണ്ടനായിക്കൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്, എല്ലാരും എൻജോയ് ചെയ്യണ്. എന്നിട്ട് ഞാൻ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എന്റെ സമയം പോവുകയും ചെയ്ത് എൻജോയ് ചെയ്തൂല എന്നാ അവരുടെ പോലെ തന്നെ എന്താണ് ലൈക്ക് പാസ്സായൂല. പഠിപ്പിൽ ഇപ്പൊ ഇപ്പൊ അവർ എൻജോയ് ചെയ്തിട്ട് എന്താണ് പഠിച്ചിട്ടില്ല എന്ന് വെക്കാം. പക്ഷെ ഞാനാണെങ്കിൽ എൻജോയ് ചെയ്തിട്ടില്ല എന്നാ പഠിച്ചാലും പാസ്സായിട്ടില്ല. നമ്മൾ എത്ര പഠിച്ചിട്ട് പറഞ്ഞാലും റിസൾട്ടിൽ തോറ്റു കഴിഞ്ഞാൽ പഠിച്ചെന്നുള്ളതിന് ഒരു വിലയില്ലല്ലോ. അപ്പൊ ആ ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് ആ ഒരു കുറ്റബോധം ഉണ്ടെങ്കിലും നമ്മൾ അതും ഇങ്ങനെ ഏറ്റു ചുമന്നിട്ട് തന്നെ പഠിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ ഇപ്പൊ എന്ത് നമ്മൾ വിഷമിച്ചിരുന്നു കുറെ പാസ്സാവാതെ എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് ഉണ്ടായാലും അത് എൻഡ് നമ്മൾ ജയിച്ചോ തോറ്റോ അത് മാത്രമാണ് ആൾക്കാർ നോക്കുള്ളൂ. നീ എത്രയൊക്കെ എഫേർട്ട് ഇട്ട്, നീ എത്രയൊക്കെ പഠിച്ച്, നീ എന്തൊക്കെ സഹിച്ച്, എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്ത്, എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ച്, ഇനി എന്ത് പിണ്ണാക്ക് ചെയ്താലും അതൊക്കെ ആൾക്കാർ കേൾക്കും. എപ്പോ നീ ആ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ, നീ ലോകത്തില്ലാത്ത കഷ്ടപ്പാടൊക്കെ സഹിച്ച് ആ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ തോറ്റില്ല, ഇതൊക്കെ ചെയ്തിട്ട് അവസാനം തോക്കുകയാണോ ചെയ്ത്, ആ ഒരു മെന്റാലിറ്റിയാണ് ഉണ്ടാവുള്ളൂ. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം വെച്ചിട്ടാണ് ഞാൻ എന്റെ ഫൈനലിന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞു നോക്കണം, നീ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു, നീ ഇപ്പൊ പഠിക്കുക, ഭാവിയിലെല്ലാം ശരിയാവും, നീ ഇത് വേഗം പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ അപ്പൊ നിനക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടില്ല. അപ്പൊ ജോലി കിട്ടുമ്പോൾ നിനക്ക് ശമ്പളം കിട്ടില്ല. അപ്പൊ ശമ്പളം കിട്ടുമ്പോൾ നിനക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാലോ. അപ്പൊ നിനക്കാണെങ്കിൽ ശമ്പളം ഉണ്ട്. അപ്പൊ ശമ്പളം കൊണ്ട് വീട്ടുകാരായാലും പഠിക്ക് പറയില്ല. കാരണം ലൈക്ക് ഓൾറെഡി CA പാസ്സായി. അപ്പൊ CA പാസ്സായതിനു ശേഷം നീ ഇങ്ങനത്തെ നിന്റെ ആഗ്രഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ പിന്നെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും, CA പാസ്സാവണതിന്റെ മുന്നേ ചെയ്യണേക്കാളും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ എന്നെ സമാധാനിപ്പിക്കായിരുന്നു. ഫേക്ക് കോൺഫിഡൻസും ഫേക്ക് സപ്പോർട്ടും ഞാൻ എനിക്ക് തന്നെ കൊടുക്കായിരുന്നു. അപ്പോ തേർഡ് അറ്റംപ്റ്റ് എന്നല്ല, ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ 2 അറ്റംപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ അറ്റംപ്റ്റില് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് മൊത്തത്തിൽ എഴുതിയില്ല. കാരണം എനിക്കറിയാം ക്ലാസ് തന്നെ എന്റെ കണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത് നമ്മുടെ മൈൻഡ് ഒക്കെ ചടച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ ഈ റേഡിയോ പോലത്തെ ഈ റെക്കോർഡർ ക്ലാസ് കേട്ടിരിക്കാൻ ആർക്കാണ് താല്പര്യം. പക്ഷെ നമുക്കത് കാണും വേണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ DT IDT ഒക്കെ ഇതെല്ലാം നല്ല ഡ്രൈ സാധനമാണ്. ഡ്രൈ സാധനം എന്നല്ല, ഒന്നാമത് നമ്മുടെ മൈൻഡ് ഒട്ടും എൻജോയ്മെന്റ് ഇല്ലാത്ത ഒരു സിനാരിയോ കൂടെ കടന്നു പോവുകയാണ്, ആകെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിനാരിയോ കൂടെ കടന്നു പോവുകയാണെന്ന് ആയതുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ ചടപ്പേറിയ സാധനം പഠിക്കാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ കൊണ്ട് ക്ലാസ് തീർന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി 4 പേപ്പറും ഞാൻ ഈ അറ്റംപ്റ്റിൽ എഴുതാൻ നോക്കിയ, സെക്കൻഡ് ഗ്രൂപ്പിൽ 4 പേപ്പർ എഴുതാൻ നോക്കുകയാണെങ്കിൽ ഒന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ എന്താ ചെയ്ത്, 2 പേപ്പർ മാത്രം എക്സംഷന് വേണ്ടിയിട്ട് നോക്കി. അത് ഭയങ്കര റിസ്കിയർ ഓപ്ഷൻ ആണത്. കാരണം അത് റിസ്കിയർ ഓപ്ഷൻ തന്നെയാണ്. കാരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എക്സംഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 6 മാസം പോയി. എക്സംഷൻ കിട്ടുകയാണെങ്കിൽ ഓക്കെ, ബട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 6 മാസം പോയി. നല്ല റിസ്ക് ആണ് അത് ചെയ്യുന്നത്. ബട്ട് എനിക്ക് അതല്ലാതെ ഓപ്ഷൻ ഇല്ല. എന്തായാലും 4 പേപ്പർ എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം ക്ലാസ് തന്നെ കണ്ടു തീർന്നിട്ടില്ല. അങ്ങനെ ഞാൻ തട്ടിമുട്ടി അവിടുന്ന് പഠിച്ചിട്ട് 4 പേപ്പർ നോക്കുകയാണെങ്കിൽ 4 പേപ്പറും കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന സിനാരിയോ. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന്റെ ഒരു മാസം 1.5 മാസം മുന്നേ എനിക്ക് 4 പേപ്പർ തീർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിനാരിയോ ആയതുകൊണ്ട് 2 പേപ്പർ എന്റെ ഓർമ്മയിൽ അന്ന് ഒരു ഓപ്പൺ ബുക്ക് ഉണ്ടായിരുന്നു. ഓപ്പൺ ബുക്ക് പേപ്പറും IDTയും, ഇത് രണ്ടും ഞാൻ എക്സംഷന് വേണ്ടിയിട്ട് പഠിച്ചു. ഓപ്പൺ ബുക്ക് ഒബ്വിയസ്ലി ബുക്ക് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. IDT ഞാൻ മുക്കിയിരുന്ന് പഠിച്ചു. മുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുക്കി കഴിഞ്ഞാല് വെച്ചാൽ എനിക്ക് വയ്യ പഠിക്കാൻ. അങ്ങനെ ഞാൻ ഇരുന്ന് പഠിച്ചു IDT. കാരണം എക്സംഷൻ എനിക്ക് കിട്ടണം. കാരണം ഞാൻ വിചാരിച്ച അറ്റംപ്റ്റിലൊന്നല്ല തീർന്നിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാകാൻ വിചാരിച്ച് നടന്നില്ല. അപ്പൊ എനിക്ക് ഇനിയും വൈകരുതെന്നുണ്ടായിരുന്നു. ഓൾറെഡി സിനാരി വേഴ്സ് ആണെങ്കിലും ഇനി ഭാവിയിൽ ഇതിനേക്കാളും വേഴ്സ് ആക്കരുത് എന്നുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് 2 പേപ്പർ എക്സംഷൻ അറ്റംപ്റ്റ് ചെയ്ത് നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചു. അൽഹംദുലില്ലാ എക്സംഷൻ കിട്ടി 2 പേപ്പറിലും, IDTയിലും ഓപ്പൺ ബുക്കിലും. പിന്നെയുള്ള അറ്റംപ്റ്റിൽ ബാക്കി 2 പേപ്പറല്ലേ ഉള്ളൂ. അതും ഞാൻ ഇതുപോലെ തന്നെ നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചു. അപ്പോൾ ലൈക്ക് ആ ഒരു എക്സാമിന്റെ 1 മാസം മുന്നേ ഒക്കെ ആകുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് നിന്നിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് എന്റെ വീട് തൃശ്ശൂർ സെന്ററിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ലൈക്ക് എക്സാമിന് അന്ന് പോയി വരാൻ പറയുമ്പോൾ 2 മണിക്കൂർ ഓൾറെഡി പോകും. അപ്പോൾ ആ എക്സാമിന്റെ തലേദിവസം 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 2 കൊല്ലത്തിന്റെ ഇടയിലുള്ള സംഭവങ്ങൾ പലതും ഉണ്ടായിട്ട്, അതിന്റെ ഇടയിലേക്ക് ഡെങ്കി വന്ന് വണ്ടിന്ന് വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്കത് ചെറിയ രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് വേറെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കി 2 പേപ്പർ DTയും പിന്നെ ഏതുണ്ടായിരുന്നു, SCMP ഉണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി എന്റെ അങ്ങനെ നാലാമത്തെ അറ്റംപ്റ്റ് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് 2 അറ്റംപ്റ്റ് എടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ 2 ഇൻസ്റ്റാൾമെന്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റത്തെ
സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റില് DT SCMP ഞാൻ ജസ്റ്റ് ലൈക്ക് പഠിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല, എന്തായാലും എനിക്ക് തോക്കുന്ന അറിയാമായിരുന്നു, തോക്കും ചെയ്തു. പിന്നെ ലൈക്ക് ലാസ്റ്റത്തെ അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ എൻ്റെ SCMPയും ക്ലിയർ ചെയ്തത്, DTയും ക്ലിയർ ചെയ്തത്. അങ്ങനെയാണ് ഫൈനലി ഞാൻ ക്ലിയർ ചെയ്തത്. ഇപ്പോൾ ചിലർക്ക് ഇത് തോന്നുന്നുണ്ടായിരിക്കും, ഇങ്ങനെ എക്സംഷന് ഒക്കെ നോക്കിയിട്ട് ടാർഗറ്റ് ചെയ്താലേന്ന്. അത് ഞാൻ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, അല്ലെ കഴിവ് എന്നല്ല, എനിക്കും കഴിവുണ്ടായിട്ടൊന്നല്ല. ഇതിപ്പോ ഞാൻ അന്ന് എക്സെപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഡയലോഗ് അടിക്കാൻ പറ്റത്തില്ല. അത് എക്സെപ്ഷൻ ഒബ്വിയസ്ലി ലക്കും എല്ലാം കൂടി ഫാക്ടറും കൂടി ആട്ടല്ല, ഇതിന്റെ എഫേർട്ട് മാത്രമല്ല, നമ്മൾ പഠിച്ച സാധനം എക്സാമിന് വരും വേണം, പഠിച്ചത് തന്നെ നമുക്ക് ആ സമയത്ത് ഓർമ്മ കിട്ടും വേണം. അങ്ങനെ പല ഒരു കുരുത്തം അല്ലെങ്കിൽ ഒരു ലക്ക് പറഞ്ഞ ഫാക്ടറൊക്കെ ഉണ്ട്. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുക, ലൈക്ക് ഒന്നെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നല്ല എഫേർട്ട് ഇടുക. പക്ഷെ നമുക്ക് ഒരു അറ്റംപ്റ്റ് കൂടുന്തോറും ഈ എഫേർട്ട് ഇടാനുള്ള ആവശ്യമൊക്കെ കുറയും, നല്ല മടുപ്പ് വരും, നല്ല ചടുപ്പ് വരും. നമ്മളുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് തന്നെ 4 വട്ടം എഴുതുന്നതും ഒരു ഗ്രൂപ്പ് 2 വട്ടം എഴുതി രണ്ടാമത്തെ ഗ്രൂപ്പ് 2 വട്ടം എഴുതി നല്ല വ്യത്യാസമുണ്ട്. ഒരു ഗ്രൂപ്പ് തന്നെ പല വട്ടം എഴുതുമ്പോൾ നല്ല ചടപ്പ് വരും. അപ്പൊ ആ നല്ല ചടപ്പ് വരുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ടൈമിൽ നിങ്ങൾ ഇടുന്ന മൊത്തം എഫേർട്ടിന്റെ ഒരു പകുതി ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇട്ടാൽ മതിയായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വേഴ്സ് സിനാരിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ എഫേർട്ട് ഇടാൻ നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലും അത് അങ്ങനെ നിങ്ങൾക്ക് തലക്ക് കയറത്തില്ല. നിങ്ങൾ തോറ്റ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. പക്ഷെ ആ ഒരു സിനാരിയോ വരാതിരിക്കട്ടെ. ചിലർക്ക് ചില സമയത്ത് പെട്ടെന്നൊരു വെളിവ് വരുമല്ലോ നല്ല ബുദ്ധി, അതുപോലെ നല്ല ബുദ്ധി നിങ്ങൾക്ക് വരട്ടെ. അപ്പോൾ ഫൈനല് നിങ്ങളിപ്പോൾ ഇന്റർ പഠിക്കുന്നവരായിക്കോട്ടെ, ഫൗണ്ടേഷൻ പഠിക്കുന്നവരായിക്കോട്ടെ, ഫൈനലി ഈസ് ലൈക്ക് സംതിങ് വെരി 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 ഡിഫറെന്റ്, വെരി 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 ഡിഫറെന്റ്. ഇന്റർ പാസ്സായ ഒരു കോൺഫിഡൻസിൽ ഒരിക്കലും നിങ്ങൾ ഫൈനലിൽ കാണാൻ നിൽക്കരുത്. ഫൗണ്ടേഷൻ പാസ്സായ കോൺഫിഡൻസ് പിന്നെ പറയാനും നിൽക്കണ്ടല്ലോ. അതൊരു നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡിനെ തന്നെ ഒരുപാട് മാറ്റാൻ പവറുള്ള ഒരു ടൈമാണ് ഫൈനലിന്റെ. ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ സ്ട്രഗിളും അല്ലെങ്കിൽ ലൈക്ക് നമ്മള് റോഡ് ടു ഹെവൻ വിൽ ബി ഹെൽ എന്നാ പറയാ, വിൽ ബി ലൈക്ക് ഹെല്ല്. അപ്പോ ഈ 2 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കണ സമയം ഞാൻ ഫൈനലിന്റെ. കാരണം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടമുള്ള ആഗ്രഹങ്ങളുണ്ട്, അത് നടന്നില്ല. ഇന്ന് ഇഷ്ടമില്ലാത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പൈസ വേണം ജീവിക്കാൻ, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇഷ്ടമില്ലാത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡ് ഒരു സ്ഥലത്തും എന്നാൽ നമ്മുടെ ബോഡി ഒരു സ്ഥലത്താവുമ്പോൾ ഇത് രണ്ടിനും ഒരുമിച്ചിട്ട് ഒരു ഒബ്ജക്റ്റീവിലോട്ട് എത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മുടെ തന്നെ ആവശ്യമാണത്. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ എന്നാൽ ബാക്കിയുള്ളവർ എൻജോയ് ചെയ്ത് ഫുൾ എൻജോയ്മെന്റ് ആണ്. നാട്ടിൽ കൊറോണ ആണെങ്കിൽ പോലും ബാക്കിൽ മറ്റേ മഴക്കാലത്ത് ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇവരൊക്കെ ഫുൾ സ്റ്റാറ്റസ് ഇടൂല, പാട്ടും ഇതൊക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മൾ ഈ റൂമിൽ ഫാനിന്റെ ചോട്ടിൽ 4 കസാര ടേബിളും 10 ബുക്കും മറ്റേ മുടി കൊഴിഞ്ഞ തലയും ഒരു ആന എന്താണ് പറയാ, ആനക്കൊണ്ട മാനിനെ വിഴിഞ്ഞ പോലത്തുള്ള ഒരു വയറും ഒരു നമുക്ക് തന്നെ നമ്മുടെ ബോഡി ലൈക്ക് എന്റെ ബോഡിയൊക്കെ അന്ന് ഭയങ്കര മോശമായിരുന്നു. കാരണം പഠിപ്പതായതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ എന്നെ തന്നെ വെറുത്ത്. എന്നെ ഒന്ന് കാണാനും കൊള്ളില്ല, അല്ലെങ്കിൽ മുടിയില്ല, അല്ലെങ്കിൽ തടിച്ചു കൊഴുത്തുന്ന പഠിച്ച് പാസ്സാവണുണ്ടോ. നമുക്ക് ഒരു തോൽവി വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് കാണാം. അപ്പൊ ഇതൊക്കെ നമ്മളെ ലൈക്ക് എന്താ പറയാ, അങ്ങനെ ഒരു പൊട്ടിത്തെറിക്കാനായ അഗ്നിപർവ്വതം പോലെ നമ്മൾ നിർത്തും. പക്ഷെ അതൊക്കെ കൺട്രോള് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മെന്റൽ സ്വഭാവത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു ഫെയിലിയർ ആണ് മനുഷ്യനെ എപ്പോഴും ഷാർപ്പൻ ചെയ്യുക. അപ്പൊ ഒരു പെൻസില് ആ ഷാർപ്പനിൽ ഇട്ടിട്ട് തിരിക്കുമ്പോൾ അത് വേദനയാണ് സഹിക്കുക. പക്ഷെ ആ വേദനയിൽ കൂടെയാണ് ഒരു സ്മൂത്ത് നിബ് ഇന്ന് കിട്ടുന്നത്. ആ സ്മൂത്ത് നിബിൽ കൂടെ എഴുതുമ്പോഴാണ് ഒരു സ്മൂത്ത് ലൈക്ക് റൈറ്റിംഗ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് ഈ ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ സ്ട്രഗിള്, അല്ലെങ്കിൽ സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്ന് കരുതിയിട്ട് എപ്പോഴും തോക്കണം എന്നല്ല പറയണത്. പക്ഷെ അങ്ങനത്തെ ഒരു സിനാരി നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇങ്ങനൊക്കെ ആശ്വസിക്കുക, അല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾ ആശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും വേഴ്സ് സിനാരി ആവും ഭാവിയിൽ എന്തായാലും. അപ്പൊ നിങ്ങളെ തന്നെ എന്തായാലും പുഷ് ചെയ്ത് കൊണ്ടുവേണ്ടി വരും. ബട്ട് നിങ്ങൾക്ക് ആശ്വസിക്കാം, ഈ അനുഭവിക്കുന്ന സ്ട്രഗിൾ അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്ന ബാഡ് ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു അറഗന്റ് പേഴ്സൺ ആവാതിരിക്കാനും, ലൈക്ക് ഒരു എടുത്തുചാട്ടക്കാരനാവാതിരിക്കാനും, ഒരു ലൈക്ക് ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യാതിരിക്കാതിരിക്കാനും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വില കുറച്ച് കാണാതിരിക്കാനും, അങ്ങനത്തെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയെ ആക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കും ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്. ഈവൺ ഇഫ് ദോസ് 2 years ലൈക്ക് ഈസ് ലൈക്ക് എ ഹെൽപ്പ് പീരിയഡ് ഇൻ മൈ ലൈഫ്. ഞാൻ ആ ഒരു പീരീഡിനോട് ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ്. കാരണം അതെന്റെ മെന്റാലിറ്റി ഒരുപാട് മാറ്റിയിട്ടുണ്ട്. കാരണം പേഷ്യൻസ്, റെസിലിയൻസ്, ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താ പറയുക കോൺഫിഡൻസ്, അല്ലെങ്കിൽ ലൈക്ക് മെന്റൽ സ്ട്രെങ്ത്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പീരീഡാണ് ആ ഒരു പീരീഡ്. ലൈക്ക്
നമുക്ക് ആരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട സാധനങ്ങൾ ഭയങ്കര ഫുൾ ആയിട്ട് പഠിച്ചു തന്നല്ല, ബട്ട് എന്നാലും ഞാൻ ഇതുവരെ പഠിക്കാത്ത കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു 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 സംഭവമാണ്. നമുക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതൊക്കെ അതിന്റെ ഒക്കെ ഒരു മീനിങ് നമ്മൾ ബുക്കിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരണം, നമ്മുടെ ജീവിതം കൊണ്ട് അത് പഠിക്കണം, നല്ല വ്യത്യാസമുണ്ട്. ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ ജന്മത്ത് മറക്കത്തില്ല അത്. ഞാനിപ്പോഴും ഈ ഫൈനലിന്റെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയണത് ഞാൻ എവിടെയും ബുക്കിൽ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഡയറി എഴുതി വെച്ചിട്ടൊന്നുമല്ല. അത് ഇപ്പോഴും എന്റെ മൈൻഡിലുള്ളത്. അത് അത്രയും എന്റെ ലൈക്ക് ഹൃദയത്തോട് അടുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ അത്രയും ഞാൻ എഫേർട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത്രയും ഞാൻ ലൈക്ക് എന്റെ ഹൃദയം കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോഴും അത് ഒരു ലൈക്ക് ഒരു ഉണങ്ങാത്ത മുറി പോലെ കിടക്കുന്നത്. ബട്ട് അതാണ് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ എന്താണ് ഫ്യൂച്ചർ ഉണ്ടാക്കാനും നമ്മൾ എന്താണ് വന്ന വഴി മറക്കാതിരിക്കാനും ഒരു കാരണമാവുന്നതും. അപ്പോ നെഗറ്റീവ് ഡേയ്സ് വരും, സ്ട്രഗിളിങ് ഡേയ്സ് വരും. അപ്പൊ അതിനൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ നോക്കുക. അങ്ങനെ നോക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കും എന്തായാലും. ഇതൊക്കെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടല്ലേ, ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ചെയ്യും നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ. കാരണം എപ്പോഴും ഇംപ്ലൈഡ് ആയിട്ട് നെഗറ്റിവിറ്റിയാണ് നമുക്ക് വരത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം എപ്പോഴും ആ സക്സസിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് എൻ്റെ ഫൈനലിന്റെ ഒരു ജേർണിയിലേക്ക് ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോ ലൈക്ക് ഒരു ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ 2 വർഷത്തെ സംഭവമാണ് ഞാൻ 20 മിനിറ്റിൽ ഏകദേശം അറൗണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ലൈക്ക് കമന്റിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇനി സിയുടെ ശേഷം ലൈക്ക് ഉള്ള കാര്യങ്ങൾ പറയണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറഞ്ഞോട്ടോ. ഇത് ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ഇവിടെ നിർത്താന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഇതിപ്പോ എനിക്ക് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ അതിൽ ലൈക്ക് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോ ഓക്കെ, ബൈ ബൈ.